തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം സർക്കാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി. രാഷ്ട്രീയ നാടകങ്ങൾക്കും വാക്പോരുകൾക്കും സാക്ഷ്യം വഹിച്ച സഭയിൽ 114 വോട്ടുകൾ നേടിയാണ് വിജയ് തന്റെ ഭൂരിപക്ഷം തെളിയിച്ചത്. 22 അംഗങ്ങൾ സർക്കാരിനെതിരെ വോട്ട് ചെയ്തപ്പോൾ 5 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടകളിൽ പുതിയൊരു ശക്തിയായി ടി.വി.കെ ഉദിച്ചുയരുമ്പോൾ അത് തമിഴ് മണ്ണിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെയാണ് പൊളിച്ചെഴുതുന്നത്. അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങൾക്കാണ് വിശ്വാസ വോട്ടെടുപ്പിനെ തമിഴ്നാട് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച ശേഷമായിരുന്നു DMKയുടെ ബഹിഷ്കരണം. വിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് തങ്ങൾ വിട്ടുനിൽക്കുമെന്ന് ഉദയനിധി സ്റ്റാലിൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും അധികാരത്തിലേക്കുള്ള വളർച്ചയും തമിഴ്നാട്ടിലെ പരമ്പരാഗത പാർട്ടികളെ എത്രത്തോളം അസ്വസ്ഥരാക്കുന്നു എന്നതിന് തെളിവായിരുന്നു സഭയിലെ ഈ പ്രതിഷേധങ്ങൾ. നിയമസഭയിൽ ടി.വി.കെതിരെ ആരടിച്ച ഉദയനിധി സ്റ്റാലിൻ വിജയുടെ സർക്കാർ കുതിര കച്ചവടത്തിലൂടെ ഉണ്ടായതാണെന്ന് ആരോപിച്ചു. ഒരു പ്രമുഖ പാർട്ടിയെ പിളർത്തിയാണ് വിജയ് ഭൂരിപക്ഷം ഒപ്പിച്ചതെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. തമിഴ്നാട്ടിലെ 65% വോട്ടർമാരും ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്തവരാണെന്നും ഭൂരിപക്ഷം തികയ്ക്കാൻ DMK സഖ്യകക്ഷികളെ വിജയ് ഉപയോഗിക്കുന്നുവെന്നും ഉദയനിധി കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ മാറ്റം എന്ന വാഗ്ദാനം നൽകി വന്നവർ അധികാരത്തിനായി അധാർമികമായ വഴികളാണ് തേടുന്നതെന്ന വിമർശനമാണ് DMK പ്രധാനമായും ഉയർത്തുന്നത്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ശാന്തതയോടെയും എന്നാൽ ദൃഢതയോടെയുമാണ് മുഖ്യമന്ത്രി ജോസഫ് വിജയ് മറുപടി നൽകിയത്. തന്നെ സർക്കാർ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമെന്നും തമിഴ് ജനതയുടെ ക്ഷേമത്തിനായി നിലകൊള്ളുമെന്നും അദ്ദേഹം സഭയിൽ പ്രഖ്യാപിച്ചു. മുൻ സ്റ്റാലിൻ സർക്കാരിന്റെ കാലത്തെ സമൂഹ പ്രതിബദ്ധതയുള്ള നല്ല പദ്ധതികൾ ഉപേക്ഷിക്കില്ലെന്നും അവ പൂർത്തിയാക്കുമെന്നും പറഞ്ഞ വിജയ് രാഷ്ട്രീയ വൈരാഗ്യത്തിനല്ല മറിച്ച് വികസനത്തിനാണ് തന്റെ മുൻഗണനയെന്ന് വ്യക്തമാക്കി. തന്നെ പിന്തുണച്ച എല്ലാ കക്ഷികൾക്കും അദ്ദേഹം ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തി. തന്റെ ഭരണത്തിന്റെ ദിശാസൂചിക വ്യക്തമാക്കിക്കൊണ്ട് മതേതരത്വവും സാമൂഹിക നീതിയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരായിരിക്കും ഇതെന്നും വിജയ് ഉറപ്പു നൽകി. ടി.വി.കെയെ അനുകൂലിക്കുന്നവർക്ക് മാത്രമല്ല ഞങ്ങളെ എതിർക്കുന്നവർക്ക് കൂടി വേണ്ടിയുള്ളതാണ് എന്റെ സർക്കാർ എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന സഭയിൽ വലിയ ശ്രദ്ധ നേടി. കുതിര കച്ചവട ആരോപണങ്ങളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. കൂടാതെ ജോൽസിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകി. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ ഒരു ദ്രാവിഡ പാർട്ടി അല്ലാത്ത പ്രസ്ഥാനം അധികാരത്തിലെത്തുന്നത് എന്നത് രാഷ്ട്രീയ കേരളവും ഇന്ത്യയും ഉറ്റുനോക്കുന്ന കാര്യമാണ്. 118 എന്ന കേവല ഭൂരിപക്ഷ മാന്ത്രിക സംഖ്യ മറികടന്ന പിന്തുണ ഉറപ്പാക്കിയതോടെയാണ് ഗവർണർ അർലേക്കർ വിജയെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ചത്. സിനിമാ താരം എന്ന പ്രതിച്ഛായയിൽ നിന്ന് ഗൗരവകരമായ രാഷ്ട്രീയത്തിലേക്ക് മാറിയ വിജയ് ആദ്യ പരീക്ഷണം തന്നെ മികച്ച രീതിയിൽ നേരിട്ടുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഭരണത്തിന്റെ സുപ്രധാന വകുപ്പുകളായ പൊതുഭരണം, ആഭ്യന്തരം, പോലീസ് എന്നിവ വിജയ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു നവാഗത രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്രമസമാധാനവും ഭരണ നിർവഹണവും നേരിട്ട് നിയന്ത്രിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. വിശ്വാസ വോട്ട് നേടിയതോടെ ഈ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ വിജയ് പൂർണ്ണ സജ്ജനായിരിക്കുകയാണ്. പുതിയ മന്ത്രിസഭയിൽ പരിചയസമ്പന്നരും യുവാക്കളും ഒരുപോലെ ഇടം പിടിച്ചിട്ടുണ്ട്. ടി.വി.കെ ജനറൽ സെക്രട്ടറി N. ആനന്ദ്, ആദവ് അർജുന, മുൻ IRS ഉദ്യോഗസ്ഥൻ, ടി.വി.കെ ചീഫ് കോർഡിനേറ്റർ K.A. സെങ്കോട്ടയ്യൻ, ട്രഷറർ P. വെങ്കട്ടരമണൻ, ജനറൽ സെക്രട്ടറി നിർമ്മൽ കുമാർ, ഈറോഡ് MLA രാജ്മോഹൻ, ടി.വി.കെ ജില്ലാ സെക്രട്ടറി ഡോക്ടർ T.K. പ്രഭു, ശിവകാശി ML എന്നിവരാണ് വിജയ് ടീമിലെ പ്രമുഖർ. ഇവർ ഓരോരുത്തരും വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവരാണെന്നത് സർക്കാരിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു. വിശ്വാസ വോട്ടെടുപ്പ് വിജയിച്ചതോടെ തമിഴ്നാട് നിയമസഭയിൽ പുതിയ അധികാര സമവാക്യം നിലവിൽ വന്നിരിക്കുകയാണ്. DMKയുടെ കടുത്ത എതിർപ്പിനെ നേരിട്ടുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വിജയ്ക്ക് എളുപ്പമാകില്ല. എങ്കിലും യുവജനങ്ങളുടെയും മാറ്റം ആഗ്രഹിക്കുന്നവരുടെയും വലിയൊരു പിന്തുണ വിജയ്ക്ക് കരുത്തായിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന കുതിര കച്ചവട ആരോപണങ്ങളെ ഭരണ മികവ് കൊണ്ട് മറികടക്കുകയാകും വരും ദിവസങ്ങളിൽ വിജയുടെ പ്രധാന ലക്ഷ്യം. തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു വലിയ അധ്യായത്തിനാണ് ഈ വിശ്വാസ വോട്ടെടുപ്പിലൂടെ തിരശീല വീണിരിക്കുന്നത്. വെള്ളിത്തിരയിലെ നായകൻ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ തമിഴ് ജനത വലിയ പ്രതീക്ഷകളിലാണ്. അഴിമതിയില്ലാത്ത, ജാതിമത വിവേചനങ്ങളില്ലാത്ത ഒരു പുതിയ തമിഴ്നാട് എന്ന വിജയുടെ വാഗ്ദാനം എത്രത്തോളം പ്രാവർത്തികമാകുമെന്നത് വരും മാസങ്ങളിലെ ഭരണ നടപടികളെ ആശ്രയിച്ചിരിക്കും. എന്തായാലും ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു വിപ്ലവത്തിന് വിജയ് തുടക്കം കുറിച്ചു കഴിഞ്ഞു.